പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഉപഭോഗ നിയന്ത്രണങ്ങൾ നടപ്പാക്കി തുടങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. വിമാന ഇന്ധനവില കൂട്ടിയതോടെ അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചു. വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരക്ഷാ വ്യൂഹത്തിലെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചത്. ആഹ്വാനം ആദ്യം നടപ്പിലാക്കിയെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം 13 നിന്ന് 8 കുറച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങൾ പകുതിയാക്കി കുറയ്ക്കാൻ ഉത്തരവിട്ടു. എന്നാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി മധ്യപ്രദേശിലെ BJP നേതാക്കൾ വിവാദത്തിലായിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് കോർപ്പറേഷൻ ചെയർമാൻ സൗഭാഗ്യ സിംഗ് ഠാക്കൂറും MLA പ്രീതം സിംഗ് ലോധിയും 100-ലേറെ കാറുകളുടെ അകമ്പടിയോടെ യാത്ര ചെയ്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇന്ധനവില വർധനയെ തുടർന്ന് പ്രതിദിനം 100 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ വെട്ടിക്കുറച്ചത്. ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ 3 മാസത്തേക്ക് പൂർണ്ണമായും നിർത്തിവെച്ചു. അതേസമയം ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ ഇന്ധന പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.